കൽക്കി കണ്ടു. എൻ്റെ അഭിപ്രായം ഞാൻ ആദ്യം പറയാം. എനിക്ക് സിനിമ ഒരു കിടിലൻ സിനിമ, ഒരു ഔട്ട്സ്റ്റാൻഡിങ് സിനിമ എന്നൊരു ഫീലൊന്നും ഉണ്ടായിട്ടില്ല. ഒരു നോർമൽ സിനിമ. പക്ഷെ തിയേറ്ററിൽ കാണാനും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ള ഒരു സിനിമ എന്നൊരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. മേക്കിംഗ് വൈസ് സിനിമ കിടിലമാണ്. പിന്നെ ഗ്രാഫിക്സ് ആയിക്കോട്ടെ, സൗണ്ട്സ് ആയിക്കോട്ടെ, പിക്ചറൈസേഷൻ, ക്യാരക്ടറൈസേഷൻ എല്ലാം കിടിലമാണ്. പക്ഷെ സിനിമയ്ക്ക് മൊത്തത്തിൽ എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെയാണ് എനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ഫസ്റ്റ് ഹാഫ് അറൗണ്ട് ഒരു 2 മണിക്കൂറുണ്ട്. ഈ 2 മണിക്കൂറും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാതെ വളരെ നോർമലി പോകുന്നൊരു സിനിമ. ഈ മഹാഭാരതമായിട്ട് കണക്ട് ചെയ്തതും അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നതും കുറച്ച് ഫ്യൂച്ചർ പരിപാടികളായതുകൊണ്ട് തന്നെ അവിടുത്തെ കുറച്ച് ടെക്നോളജികളും അവിടുത്തെ ആളുകളുടെ രീതികളും അവരെന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അല്പം കൺവിൻസിങ് ആയിട്ട് രീതിയിൽ പറഞ്ഞു പോയത് കൊണ്ട് ഒരു വാച്ചബിൾ ഫസ്റ്റ് ഹാഫ് പോലെ ഇങ്ങനെ കടന്നുപോയി. പക്ഷെ പേഴ്സണലി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഫസ്റ്റ് ഹാഫിൽ. കാര്യം എന്താ പറയുക, ഇത്തിരി ബോറടിച്ച പോലെ തോന്നി. ഇവരെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന ഒരു ഫീല് തരുന്നതല്ലാതെ ഒന്നും സംഭവിക്കാതെ പോയ ഒരു ഫസ്റ്റ് ഹാഫ്. നായകന്റെ ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ, നായകന്റെ കുറച്ച് പരിപാടികളായിക്കോട്ടെ, ഒന്നും വർക്കായില്ല. നായകന്റെ പരിപാടികൾ കാണിക്കുമ്പോൾ ഇപ്പൊ കയ്യടി മേടിക്കും എന്ന് വിചാരിച്ച് ഇവർ കാണിച്ചു കൂട്ടിയ പരിപാടികൾ ഒന്നും തന്നെ തിയേറ്ററിൽ സക്സസ് ആയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ സിനിമയുടെ മൂഡ് മൊത്തത്തിലങ്ങ് മാറി വേറൊരു രീതിയിലേക്ക് സിനിമ പോകുന്നു. പുതിയ പുതിയ ക്യാരക്ടേഴ്സ് വരുന്നു, അവരെ ഇങ്ങനെ മഹാഭാരതമായിട്ട് കണക്ട് ചെയ്ത് കാണിക്കുന്നതും അതിന് ശേഷമുള്ള കുറച്ച് പരിപാടികൾ കാണിക്കുന്നതും പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നതും അവരുടെ കൺവിൻസിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്ന പരിപാടികളും ഒക്കെ ഉണ്ടല്ലോ, കിടിലമായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ സെക്കൻഡ് ഹാഫ് വേറൊരു മൂഡിലേക്ക് വന്നു. അവസാനത്തെ ഒരു 15 മിനിറ്റ്സ് അവസാനത്തെ ഒരു 15-20 മിനിറ്റ്സിലുള്ള ആക്ഷൻ പരിപാടികളും കാര്യങ്ങളും ഒക്കെ നല്ല കൺവിൻസിങ് ആയിട്ട് രീതിയിൽ കാണിക്കാൻ പറ്റി ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന ഒരു ഫീലിലേക്ക് കൊണ്ടുവരാനായിട്ട് സംവിധാനം സാധിച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുണ്ടല്ലോ, ഈ കുരുക്ഷേത്ര യുദ്ധത്തിലെ കുറച്ച് സീനുകൾ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഒരു 15-20 മിനിറ്റ്സ് പോലും മൊത്തത്തിൽ സിനിമയിൽ ആ ഭാഗങ്ങളില്ല. പക്ഷെ അത് അടിപൊളിയായിരുന്നു എന്ന് പറയാം. അതുണ്ടല്ലോ, അത് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ആലോചിച്ചു. അല്ലെ അത് മാത്രമായിരുന്നു മതിയായിരുന്നല്ലോ എന്ന് നമുക്ക് ചിന്തിച്ചു പോയി. പണ്ട് മഗ്ധീര കണ്ട സമയത്ത് ഇങ്ങനത്തെ ഒരു തോന്നൽ വന്നായിരുന്നു. ആ സീൻസ് കുറച്ച് കൂടുതലുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കുറെ ആളുകൾക്ക് അങ്ങനെ തോന്നിയിട്ട് കേട്ടിട്ടുണ്ട്. ആ ഒരു ഫീലിലേക്കാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് കിടിലമായിരുന്നു. അല്ലാതെ മൊത്തത്തിൽ സിനിമയുടെ അഭിപ്രായം എന്തെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒരു നോർമൽ സിനിമ എന്ന് മാത്രമേ തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഒന്നുകൂടെ പറയാം, മേക്കിംഗ് വൈസ് സിനിമ വേറെ ലെവലാണ്. ഇതിന്റെ ഗ്രാഫിക്സും പരിപാടികളും എല്ലാം സൂപ്പറാണ്. ഒന്ന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. നമ്മൾ ടി വിയിലോ മൊബൈലിലോ ഒന്നും കണ്ടാൽ ഒന്നും ഇഷ്ടപ്പെടത്തില്ല സിനിമ. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കി. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, എനിക്ക് സിനിമയ്ക്ക് ഭയങ്കര ഒരു വൗ ഫീൽ പരിപാടികളൊന്നും കിട്ടിയില്ല. ഔട്ട്സ്റ്റാൻഡിങ് സിനിമ എന്നൊരു ഫീലും ഇല്ല. ഒരു വാച്ചബിൾ സിനിമ എന്നതിന് മേലോട്ടൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടില്ല. ഇതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറ. നിങ്ങൾക്ക് എന്താണ് സിനിമ കണ്ടിട്ട് ഫീൽ ഉണ്ടായെന്ന് പറ. അപ്പം ഓക്കെ.